സെൻട്രൽ ന്യൂട്രാണ്, ഇങ്ങോട്ട് താഴോട്ട് പവർ, മുകളിലോട്ട് നോർമൽ. ഇപ്പം എക്സ്ട്രാ ഗിയറുകളാണ് വണ്ടി കിടക്കുന്നത്. റിവേഴ്സ് ഗിയർ, ഈ ഇറക്കം നമുക്ക് എഞ്ചിൻ ബ്രേക്കിൽ ഇറങ്ങുമെന്ന് നോക്കാം. ബ്രേക്കിൽ നിന്ന് കാലെടുത്തേക്ക് വേണ്ട, നല്ല കുത്തിറക്കമാണ് ഫസ്റ്റ് ഗിയറിലായിട്ട് കൊടുത്തേക്കുന്നത്. വണ്ടിക്ക് വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. RPM ഒന്നും ഇപ്പോൾ ഇത് കാണുന്നവർക്കും എഞ്ചിൻ അടിച്ച് പറഞ്ഞ് പോകും ചേട്ടാന്നൊക്കെ ചിലപ്പം കമൻറ്റ് ഇടും. പക്ഷേ RPM കുറവാണ്. സ്പീഡ് നോക്കിയേ, സ്പീഡ് തീരെ കുറവാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. ഹലോ ഗൈസ്, കയറ്റത്ത് നിർത്തിയെടുക്കുന്നത്, അതുപോലെ തന്നെ എക്സ്ട്രാ ഗിയർ ഇടുന്നത്. നല്ല കയറ്റം കയറി പോകുമ്പോൾ കയറ്റത്ത് നിർത്തിയെടുക്കേണ്ടത്, കയറ്റത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കയറ്റി എടുത്ത് പോകേണ്ടത്, അതുപോലെ തന്നെ എക്സ്ട്രാ ഗിയറിൻ്റെ ഉപയോഗം, എക്സ്ട്രാ ഗിയർ ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ലോഡുമായിട്ടാണ് പോകുന്നത്. വണ്ടിയിൽ ഫുൾ ലോഡുണ്ട്. ബ്രിക്സാണ്. ഇപ്പോൾ ഇറക്കമുള്ളതുകൊണ്ട് സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തേക്കുവാണേ. ഇപ്പോൾ ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. ഫസ്റ്റ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പോൾ ചെറിയ ഇറക്കമാണ്. ബ്രേക്ക് സെക്കൻഡ് ഗിയറിലിട്ട് ബ്രേക്ക് കൊടുത്താണ് പോകുന്നത്. എൻജിൻ ബ്രേക്ക് ഓണാണ്. അങ്ങോട്ട് നല്ല കയറ്റം തുടങ്ങുവാണ്. ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഈ മുന്നോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ എക്സ്ട്രാ ഗിയർ ഉടനായിട്ട് വരും.
ഇപ്പോൾ കുറച്ച് നല്ലൊരു കയറ്റമാണേ. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ എക്സായി ഇടാം. എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു, വണ്ടി നിന്ന് കഴിഞ്ഞു, ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഇതുണ്ടോ എക്സ്ട്രാ ഗിയർ. ഇത് 2 മോഷനാണ്. ഇതിൻ്റെ സെൻട്രൽ ന്യൂട്രാണ്, ഇങ്ങോട്ട് താഴോട്ട് പവർ, മുകളിലോട്ട് നോർമൽ. ഇപ്പം എക്സ്ട്രാ ഗിയറുകളാണ് വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ നല്ല കയറ്റത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് കയറ്റത്ത് നിർത്തി എടുത്ത് കാണിക്കാം. അപ്പോൾ ഇവിടുന്ന് എടുക്കുവാണേ. ഈ കയറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത്. നീ ഇവിടുന്ന് ഉണ്ടോ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. വണ്ടി നിറങ്ങിപ്പോകും. അവിടെ നീ ഇവിടുന്ന് നിർത്തിയെടുത്ത് കാണിക്കാം. ഹാൻഡ് ബ്രേക്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്ക് വേണം, ഫസ്റ്റ് ഗിയർ ഇട്ട് നിർത്തിയേക്ക് വേണം. നോക്കണം കേട്ടോ, ക്ലച്ച് നിർത്തിയെടുത്തേ. നമ്മളെ കാണിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സൈറ്റ്. അങ്ങോട്ട് പോകാം. റിവേഴ്സ് ഗിയർ, ഒന്ന് ഫ്രണ്ട് വെക്കാം. ഞാൻ ഫ്രണ്ട് ഒക്കെ വെക്കാം. ഹാഫ് ക്ലച്ച് കൊടുത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഹാഫ് ക്ലച്ച് കൊടുത്ത് മതി. ഇനി റിവേഴ്സ് വെക്കാം. ഇടത്തോട്ട് വണ്ടി ചേർന്ന് അതിനായിട്ട് ഇടത്തോട്ട് വെട്ടിക്കുകയാണ്. റിവേഴ്സ് ഗിയർ ഇട്ടു. ആ സൈഡ് കൂടെ ആ സൈഡ് നോക്കണം. ആ വീടിൻ്റെ സൈഡ് ചേർന്ന് പോകണം. കണ്ടവാനം ചേരരുത്. ഇവിടെ കുറച്ച് കട്ട കിടപ്പുണ്ട്, ബാലൻസ് അതിനോട് ചേർത്ത് പോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. സൈഡിൽ കട്ട വല്ല ഇരിപ്പുണ്ടെന്നുള്ളത്. ചിലപ്പോൾ സൈഡിൽ ഉടക്കിയിരിക്കും കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ന്യൂട്രാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇറങ്ങിപ്പോൾ നോക്കാം.
അപ്പോൾ ഇനി പവർ ഗിയർ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ആ കയറ്റം കയറി വന്ന ആ ഇറക്കത്തിൽ നമ്മളിപ്പം ബ്രേക്ക് ചവിട്ടാതെ എൻജിൻ ബ്രേക്ക് മാത്രമായിട്ട് ഇറങ്ങി പോകുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ കയറി വന്ന കയറ്റം. നല്ല കയറ്റമാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കൊടുത്തിട്ട് എൻജിൻ ബ്രേക്ക് മാത്രമായിട്ട് ഇറങ്ങി പോകുമെന്ന് നോക്കാം. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തേക്കുവാണേ. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് ഫുൾ എടുത്തേക്കുവാ കണ്ടോ. എൻജിൻ ബ്രേക്കിലാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന വണ്ടി. കാലിയായുണ്ടോ കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് ഫുൾ എടുത്തേക്കുവാ. ഉണ്ടോ എൻജിൻ ബ്രേക്കിൻ്റെ പവർ മനസ്സിലായോ? അവിടം വരെ ബ്രേക്ക് കാലും ഒക്കെ ആണ് ഇറങ്ങി വന്നത്. പക്ഷെ വലിയ RPM ഒന്നുമില്ല, ഹൈ RPM ഒന്നുമില്ല. അതുകൊണ്ട് എൻജിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇനി ഈ ഇറക്കം നമുക്ക് എൻജിൻ ബ്രേക്കിൽ ഇറങ്ങുമെന്ന് നോക്കാം. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തേക്ക് വേണ്ട. നല്ല കുത്തിറക്കമാണ് ഫസ്റ്റ് ഗിയറിലായിട്ട് കൊടുത്തേക്കുന്നത്. വണ്ടിക്ക് വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ. RPM ഒന്നും ഇപ്പോൾ ഇത് കാണുന്നവർക്കും എൻജിൻ അടിച്ചു പറിഞ്ഞ് പോകും ചേട്ടാന്നൊക്കെ ചിലപ്പം കമൻറ്റ് ഇടും. പക്ഷേ RPM കുറവാണ്. സ്പീഡ് നോക്കി, സ്പീഡ് തീരെ കുറവാണ് കേട്ടോ. ബ്രേക്ക് കാല് വെച്ചിട്ടേ ഇല്ല. എൻജിൻ ബ്രേക്കിൽ ഇറങ്ങുന്നല്ലോ. കാല് വണ്ടിയാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ, ലോഡ് വണ്ടിക്ക് പറ്റത്തില്ല. അത്ര ഒരു പിടുത്തമാണ് ഈ വണ്ടി എൻജിൻ ബ്രേക്ക്.